ദാരിമി കുറച്ച് സമയം സമ്പൂർണ്ണ മുജാഹിദായി. കുറച്ച് സമയം ശ്രദ്ധിച്ചിരുന്നോ? ദാരിമിനെ പ്രസംഗം. ദാരിമി ഇപ്പം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മുജാഹിദിന്റെ വാദം കംപ്ലീറ്റ് ഉദ്ധരിച്ചിട്ട് സമസ്തന്റെ വാദത്തെ ഖണ്ഡിക്കുകയാണ് അദ്ദേഹം. അത്ഭുതകരമായ ക്ലിപ്പാണ് സുഹൃത്തുക്കളെ, അത് നമ്മളൊന്ന് കേൾക്കുക തന്നെ വേണം. ഇത് കേട്ടിട്ട് നിങ്ങൾ നന്നാവണില്ലെങ്കിൽ എനിക്കൊന്നും പറയാല്ല, ഹിദായത്ത് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നബിക്ക് പോലും എത്തിക്കല ബാധ്യത, ഞങ്ങൾക്കും അത്ര ബാധ്യതയുള്ളൂ. ഞങ്ങളത് കാലു മാദറച്ചനില്ല റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ അധ്യായം 7 164 165 166 വചനമാണ്. ദെൻ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ സരളമായ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എന്തിനാ ബദറുണ്ടായത്? ഹിജറ 2-ാം വർഷത്തിലെ റമദാനിന്റെ 17 അന്നത്തെ വെള്ളിയാഴ്ചയിലെ ബദർ യുദ്ധം എന്തിനുണ്ടായതാ? മങ്കൂസ് മൗലിദോദിന്റെ പേരില? നബിയോട് ശഫാഅത്ത് ചോദിച്ചതിന്റെ പേരില? ഇബ്രാഹിം നബിയെ വിളിച്ചതിന്റെ പേരില? ആണോ? എന്തിന്റെ പേരില? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെയും 40-ാമത്തെയും ആയത്തുകളിൽ എന്തിന്റെ പേരിലാണ് പറഞ്ഞിട്ടുണ്ട്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അതാണ് പ്രശ്നം. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിശുദ്ധരായ സ്വഹാബികളെയും മക്ക മണലാരണ്യത്തിൽ നിന്ന് മദീനയിലേക്കും എത്യോപ്യയിലേക്കും മറ്റ് വിദേശ നാടുകളിലേക്കും ഹിജ്റ പോവേണ്ടി വന്നത്? എന്തിനാണ് ഹിജ്റ പോവേണ്ടി വന്നത്? മങ്കൂസ് മൗലിദ് ഓതിട്ടാ? യാ റസൂലുള്ളാഹി എന്ന് വിളിച്ചിട്ടാ? യാ ഖലീലുള്ളാഹി എന്ന് വിളിച്ചിട്ടാ? യാ ആദം നബി അല്ലാഹു എന്ന് വിളിച്ചിട്ടാണോ? യാ സയ്യിദ് നൂഹ് നബി എന്ന് വിളിച്ചിട്ടാണോ? അല്ല. യാ ഔസിയ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചത് കൊണ്ടാണോ? അതിന്റെ പേരിലാണോ സംഘർഷം? അതാണോ അബൂജഹൽ നബി തമ്മിലുള്ള തർക്കം? അല്ല. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രം. അവിടെയാണ് നബി പറഞ്ഞു റബ്ബ് അല്ലാഹു മാത്രം. അപ്പോൾ അബൂജഹൽ സമ്മതിച്ചു. നിങ്ങൾ മുജാഹിദ് വാൽശേരിയെ പ്രസംഗിക്കുന്നത് വിചാരിച്ചോ? മുജാഹിദ് വാൽശേരിയെ പ്രസംഗിക്കുന്നത് വിചാരിച്ചോ? എന്താ ഇത്? എന്തിനാ ഇയാൾ പറഞ്ഞത്? എനിക്കിപ്പോഴും അത്ഭുത. ഏത് തുടർന്ന് മുമ്പ് പറയുന്ന ചില ഡയലോഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. സൂറത്ത് ഹജ്ജ് ഈ ആയത്ത് ആദ്യമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ദാരിമിയെ ഞാൻ ഫസ്റ്റ് കണ്ടു. നന്നാകാനുള്ള വല്ല ചാൻസ് ഉണ്ടായിരിക്കും. ഈ ആയത്ത് നിങ്ങൾ വേറൊരാളും കേൾക്കൂല ഈ കേന്ന് ഓരോ ദാരിമി യോതി. എന്താ കാരണം? ദാരിമി പഠിച്ച ആളാ, പക്ഷെ പഠിച്ചതിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ദാരിമിക്കുണ്ട്. ദാരിമിക്ക് കിതാബ് തിരിയായി ഒന്നുമില്ല, അങ്ങനൊന്നും ഞങ്ങൾ വിചാരിക്കില്ല. ഒക്കെ തിരിയും, പക്ഷെ തിരിഞ്ഞതിനനുസരിച്ച് ജീവിക്കില്ല. പിന്നെ എന്താ ചെയ്യാ? ഈ 2 പണി അത് എടുക്കാറുണ്ട്. 2-ാം അധ്യായം 42, 2-ാം അധ്യായം 44. ദെൻ ഇനി നമുക്ക് നോക്കാം. ദാരിമി ഇപ്പൊ എന്താ പറഞ്ഞേ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു. അതിന് ഞങ്ങൾ പറയണേന്ന് അല്ലാഹ് മാത്രമാണ് ആരാധനക്കാരെന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോരേണ്ടി വന്നതെന്ന്. അള്ളാന്റെ കൂടെ ഇബ്രാഹിം നബിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് പോരേണ്ടി വരുമായിരുന്നില്ല. കാരണം ലാത്തയുടെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് അവരാവശ്യപ്പെട്ട എന്താ? വിളിയടാ ലാത്ത വല്ലുസ്സ, ലാത്തയെ വിളിക്ക്, ഉസ്സയെ വിളിക്ക്, വദ് എന്ന് വിളിക്ക്, അങ്ങനെ മഹാന്മാരെ വിളിക്ക്, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ച് വിളിക്ക്. അല്ലേ? അതല്ലേ സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഹജ്ജിലെ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അപ്പോഴും ബിലാൽ പറയും അഹദ് അഹദ്, ഇലാഹ് അല്ലാഹ് മാത്രമാണ്. ഇതാണ് സലഫികൾ പറയുന്നത്, ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹുവാണ് റബ്ബ്. അത് പറയുന്നത് ഞങ്ങളാ, അത് പറയുന്നവർ ഞങ്ങളാണ്. അടുത്ത് കേട്ടോളി. അതംഗീകരിക്കൂല. അവിടെയാണ് അതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അതിന്റെ പേരിലാണ് മർദ്ദനങ്ങളുടെ മുറകളുണ്ടായത്. അതിന്റെ പേരിലാണ് മക്കയിലെ ജീവിതം ദുസ്സഹമായത്. അതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് യുദ്ധത്തിന് അനുവാദമുണ്ടായത്. അതിന്റെ പേരിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. അതിന്റെ പേരിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. അതല്ലാതെ ഇസ്തിഗാസ ഇതിന്റെ പേരില. അബൂജഹലും കൂട്ടർ ഇസ്തിഗാസ ചെയ്തു, അപ്പൊ റസൂലുള്ളാഹി അതിനെ എതിർത്തു, അപ്പൊ യുദ്ധം ഉണ്ടായിന. എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? അങ്ങനല്ല മൊയ്ലിയാരെ. അബൂജഹൽ നടത്തി ഇസ്തിഗാസ നബി നടത്തുന്നില്ല എന്നുള്ളായിരുന്നു അവരെ പരാതി. എങ്ങനെ അബൂജഹലും കൂട്ടരും അള്ളാഹ് കൊടുത്ത കഴിവെന്നാ തേടുന്നത്. ഞങ്ങൾ സമസ്തക്കാരാ എന്താ വഹാബിയായിട്ട് നടക്കുന്നതെന്നാ റസൂലുള്ളാഹിനോട് ചോദിച്ചേ. ഒരുപാട് ശൈഖന്മാരെ വിളിച്ച ഞങ്ങളോട് റബ്ബിനെ മാത്രം വിളിക്കാനാണോ? 38-ാം അധ്യായം 5-ാമത്തെ വചന. അവരാ ചോദിച്ചു, ഒരുപാട് ആളെ വിളിക്കുന്ന ഞങ്ങൾ ഒരാളെ വിളിക്കുന്നവനാക്കുകയോ? എത്ര കൃത്യം ഈ കാര്യം മുജാഹിദുകളാ പറയുന്നത്. അള്ളാനെ മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിലാ പ്രശ്നം ഉണ്ടായത്.
ബദറും മുഹദും കന്തക്കും ഹുനൈനും ഖാദിസിയും ഒക്കെ അതിന്റെ ഭാഗമാണ്. അതേ ഞങ്ങളും പറയണേ. ഇനി ഞാൻ നിങ്ങൾക്ക് റഹ്മത്തുള്ള കാസിമിയുടെ പരിഭാഷ എന്നൊരു ആയത്ത് വായിച്ചുതരാം. ഈ മാത്രം എന്നുള്ളതിനോട് ആർക്കാ വെറുപ്പ്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം ആർക്കാ വെറുപ്പ്? ഈലത്ത് മുഹമ്മദ് മാഷിക്ക്, മുസ്തഫ അൽ ഫൈസിക്ക്, പിന്നെയോ ആഷിം നഈമി എഴുതിയ പുസ്തകം വഴി പിരിഞ്ഞവർക്ക് എന്ത് പറ്റി? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാ നിങ്ങൾ പറയണേ. അപ്പൊ മാത്രത്തിനെതിരാരാ? അത് കേൾക്കണമെങ്കിൽ ഒരുപാട് ആള് മുജാഹിദായ ഒരു ഖുർആന്റെ വചനം സമസ്ത തെറ്റാണ് എന്ന് അള്ള പറഞ്ഞ വചനം, വഹാബിസം സ്വീകരിച്ചോളി എന്ന് അള്ള പറഞ്ഞ വചനം, എത്ര അധ്യായം എന്ന് കേൾക്കണ്ടേ? ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. റഹ്മത്തുള്ള കാസിമി ഈ കെ സുന്നിയുടെ പ്രസംഗമാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാചകം ഉദ്ധരിക്കുന്നത്. ഖുർആനിലെ 39 അധ്യായം എടുത്തു വെച്ചോ, പരിശോധിച്ചോ. ഞാൻ കള്ളം പറയുകയാണെങ്കിൽ പരിശോധിച്ചോ, ചിന്തിച്ചോ. ഇവിടെ 39 അധ്യായം സൂറത്ത് സുമറിലെ 45 വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. അള്ളാഹുവിനെ പറ്റി മാത്രം പ്രതിപാദിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥഭരിതമാകും. അടുത്ത വാചകം എന്താ? ഖുർആൻ നീ ആയത്ത് ചൊരണ്ടി കളയുകയില്ല. അടുത്തത് എന്താ പറയുന്നറിയോ? അള്ളാന്റെ കൂടെ മമ്പറന്തങ്ങളെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ ഈസാ നബിയെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ ഇബ്രാഹിം നബിയെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ ഇസ്മായിലിനെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ ഇസാഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ എർവാടിയെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ സിയമിനെ മടവൂരിനെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ മമ്പറന്തങ്ങളെ വിളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷായി. ഈ കീലത്ത് മുഹമ്മദ് മാഷ് പറയുന്നുണ്ട്, മൊറാർജിക്ക് ഒരു മൂത്രവും മുജാഹിദുകൾക്കൊരു മാത്രവും. അപ്പൊ മാത്രത്തോട് ദേഷ്യം മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരില ബദറുണ്ടായത് എന്ന് തന്നെ ഒരു മുജാഹിദായിന്റെ പേരില ബദറുണ്ടായത്. സമസ്തക്കാരനായ അബൂജഹലാണ് അവരോട് യുദ്ധം ചെയ്തത്. എത്ര ക്ലാരിറ്റി! സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.